ഹായ്, എഡ്യൂഗാനറ്റിൻ്റെ മറ്റൊരു മോട്ടിവേഷണൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കല ദീപക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റീവ് ജോബ്സിനെ കുറിച്ചാണ്. ആപ്പിളിൻ്റെ ഫൗണ്ടറായ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച്. 2005 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ സെറമണിയുടെ ഭാഗമായി അദ്ദേഹം ഒരു സ്പീച്ച് നടത്തി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ രസകരമായി അവതരിപ്പിച്ചു. സ്റ്റീവ് ജോബ്സ് ജനിച്ചത് കല്യാണം കഴിച്ചിട്ടില്ലാത്ത കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്കാണ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. കുഞ്ഞിനെ ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എന്തു തന്നെയാണെങ്കിലും കുഞ്ഞിനെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവസാനം വക്കീലന്മാരായ ഒരു ഭാര്യയും ഭർത്താവിനെയും തീരുമാനിച്ചു വെച്ചിരുന്നു. പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇപ്പോൾ താല്പര്യമില്ലെന്നും അവർക്ക് പെൺകുട്ടിയോടാണ് കൂടുതൽ താല്പര്യമെന്നും. അങ്ങനെ വേറെ പലവരുമായി കോൺടാക്ട് ചെയ്ത് നോക്കിയെങ്കിലും ആ ലിസ്റ്റിൽ ഏകദേശം അവസാനം കിടന്ന ഒരു കപ്പിൾസാണ് മുൻപോട്ട് വന്നത്. പക്ഷേ അവർക്ക് കൊടുക്കാൻ സത്യത്തിൽ ഈ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാര്യം അവർ വളരെ പാവപ്പെട്ടവരുമായിരുന്നു, അവർക്ക് വലിയ വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് അവർ ഈ അമ്മയ്ക്ക് ഉറപ്പ് നൽകി, കുഞ്ഞിനെ നല്ലപോലെ വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തോളാം, കോളേജിലൊക്കെ വിട്ടോളാം എന്നുള്ള ഉറപ്പ് നൽകി. അങ്ങനെ കുഞ്ഞിനെ ഇവർക്ക് കൊടുത്തു. അവർ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിനെ അവരാൽ കഴിയുന്ന നിലയ്ക്ക് അവർ വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവിടുത്തെ ഏറ്റവും വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയായ റീഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർത്തു. പക്ഷേ സ്റ്റീവ് ജോബ്സ് അധികം നാൾ പഠനം തുടർന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പഠനം നിർത്തി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, മാതാപിതാക്കൾ വളരെയേറെ കിടന്ന് കഷ്ടപ്പെടുന്നു, ആ പൈസയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊരു താല്പര്യം അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പോൾ പഠനം നിർത്തിയതിനോട് അദ്ദേഹത്തിന് വലിയ ദുഃഖമൊന്നുമില്ല. പിൽക്കാലത്തും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ എനിക്ക് പിന്നീട് പഠിക്കാതിരിക്കാൻ പറ്റി, അതേപോലെ തന്നെ താല്പര്യമുള്ളത് പഠിക്കാനും സാധിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം കാലിഗ്രഫിയുടെ ക്ലാസ്സിനൊക്കെ പോയിരുന്നു, പല ഫോണ്ടുകളിൽ എഴുതുന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ. പിന്നീട് സ്റ്റീവ് ജോബ്സിൻ്റെ ഫ്രണ്ടും കൂടെ ടെക്നിക്കൽ വർക്കുകൾ ചെറുതായിട്ട് ആരംഭിച്ചു. അവർക്കിരുന്ന് വർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് സ്റ്റീവ് ജോബ്സിൻ്റെ ഫാദർ അവരുടെ വീടിനോട് ചേർന്ന ചെറിയൊരു ഗ്യാരേജ്, ഒരു ചെറിയ സ്ഥലം ഒരുക്കി കൊടുത്തു. അവിടെ ഇരുന്ന് സ്റ്റീവ് ജോബ്സിൻ്റെ ഫ്രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥാപനമാണ് പിന്നീട് ആപ്പിൾ എന്നുള്ള വലിയൊരു കമ്പനിയായിട്ട് മാറിയത്. പക്ഷേ ഈ കഥയിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ആപ്പിൾ കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സ് തന്നെ ആപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പുറത്താകേണ്ടി വന്നു. കുറച്ച് നാൾ അദ്ദേഹം മാനസികമായി തകർന്നു പോയിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വർക്ക് ചെയ്തു, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. ആ സമയത്ത് പുള്ളി ഈ ആപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നിന്ന സമയത്ത് പുള്ളി വേറെ 2 സ്ഥാപനങ്ങൾ കണ്ടെത്തി. ആ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ ഉയർന്നു. അതിന് പുള്ളി പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ചെയ്യുന്ന വർക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടാണ്, ഏത് പ്രവൃത്തിയാണെങ്കിലും വളരെ ഇഷ്ടത്തോടും ആസ്വദിച്ചുമാണ് പുള്ളി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ആ 2 സ്ഥാപനങ്ങളും വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയത്. അങ്ങനെ പിൽക്കാലത്ത് ആപ്പിൾ ഈ കമ്പനിയെ ഏറ്റെടുത്തു. സ്റ്റീവ് ജോബ്സ് വീണ്ടും ആപ്പിളിലേക്ക് എത്തി. ആപ്പിൾ വീണ്ടും ഉയർന്നു. അപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയുന്നത്, ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടില്ല. ഇതൊക്കെ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, വൈ ഓൾ ദിസ് ഹാപ്പൻഡ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ കുറച്ച് ദൂരം മുൻപോട്ട് ചെല്ലുക, ഈ പ്രശ്നങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി കുറേ ദൂരം മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ, തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് സംഭവിച്ചതെന്ന്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്, കുറേ ഡോട്ട്സ് ഉണ്ട് ജീവിതത്തിൽ. ആ ഡോട്ടുകൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നമുക്ക് പലപ്പോഴും പിടിയിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു ഡോട്ട് ഇവിടെ, അടുത്ത ഡോട്ട് അവിടെ, അടുത്ത ഡോട്ട് അവിടെ, അങ്ങനെ പലയിടങ്ങളിലായിരിക്കും. ഇതൊക്കെ എന്ത് പാറ്റേൺ എന്ന് മനസ്സിലാവില്ല. പക്ഷേ കുറേ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഡോട്ടുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.